ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 8085, 8086 ആൻഡ് 8088. അപ്പം ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ്. 8086, 8088ൻ്റെ ഡിഫറൻസസ് നമുക്ക് സിലബസിൽ കിടപ്പുള്ളതാണ്. പക്ഷേ 8085ൻ്റെയും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 8085 എന്ന് പറയുന്നത് 8-bit മൈക്രോ പ്രൊസസ്സറാണ്. വിച്ച് മീൻസ് ദാറ്റ് 8-bit ഡേറ്റ മാത്രമേ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 8-bit ഡേറ്റയെ മാത്രമേ നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 8086 എന്ന് പറയുന്നത് 16-bit മൈക്രോ പ്രൊസസ്സറാണ്. 8088ഉം 16-bit മൈക്രോ പ്രൊസസ്സറാണ്. ഇവിടെ 8085നും 88നും 8-bit ബസ് ഡേറ്റയാണ്. ഇവിടെ മാത്രമാണ് 16-bit ബസ് ഡേറ്റ വരുന്നത്. ഓക്കെ, സോ 16-bit ബസ് ഡേറ്റ. ഇനി അടുത്തത് 8085ന് 8-bit ALU ആണുള്ളത്. നമ്മൾ ആ ഡയഗ്രം വരച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, 8-bit ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് 8-bit ALU ആണ് നമുക്കുള്ളത്. 16-bit ALU ആണ് 8086നും 88നും ഉള്ളത്. അപ്പോൾ 16-bit എനെ ബിനെ നമുക്ക് അത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മെമ്മറി ബാങ്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ബിക്കോസ് 8-bit ഡേറ്റയാണ് നമുക്കുള്ളത്. 8-bit ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യാനും ALUവിനൊക്കെ 8-bit കപ്പാസിറ്റി ഉള്ളൂ. ഇവിടെ 8086ന് മെമ്മറി ബാങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. മെമ്മറി ബാങ്കിങ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നതാണ്. മെമ്മറി സെഗ്മെൻറ്റേഷൻ നമ്മൾ പറയും. നമുക്ക് 8-bitനെ അറ്റ് എ ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ള കേസിലാണെങ്കിൽ ഇതുപോലെ വലുതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പം മെമ്മറീനെ നമ്മൾ 8086ൻ്റെ കേസിൽ നമ്മൾ ഓഡ് ബാങ്ക് എന്നും ഈവൻ ബാങ്ക് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പം അറ്റ് എ ടൈമിൽ നമ്മൾ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് സം ഓഫ് 150, ഓക്കെ, ഇത് ആൻഡ് 1372, ഈ ഓഡ് ആൻഡ് ഈവൻ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു സെക്ഷൻ ഡേറ്റ മാത്രമേ നമ്മൾ ആദ്യമേ ഈ ഒരു ആക്സസ് ചെയ്തെടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റയിൽ നമ്മളൊരു സെക്കൻഡ് റൗണ്ടിലായിട്ടായിരിക്കും ആക്സസ് ചെയ്ത് എടുക്കുന്നത്. രണ്ടായിട്ട് ഇതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവിടെ വരുന്നത്. അതാണ് മെമ്മറി ബാങ്കിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 8088ന് 8-bit ഡേറ്റ ബസ് ആയതുകൊണ്ട് തന്നെ മെമ്മറി ബാങ്കിങ്ങിൻ്റെ ആവശ്യം നമ്മൾ വരുന്നില്ല. 8085ന് സ്ലോവർ മെമ്മറിയാണ്. 8 bits ഇൻ 1 സൈക്കിൾ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. 8086 ഫാസ്റ്ററാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-bit ഡേറ്റ ആണല്ലോ നമ്മൾ അറ്റ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ ഫാസ്റ്റർ ആയിരിക്കും. 8088 എന്ന് പറയുന്നത് സ്ലോവറാണ്. അഗൈൻ ബിക്കോസ് 8-bit ഡേറ്റയാണ് അവിടെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ 8085 സപ്പോർട്ട് ചെയ്യത്തില്ല. 8086, 8088 പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യും. പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്യുന്ന സമയത്ത് മറ്റേ ഇൻസ്ട്രക്ഷനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. 8085ന് പ്രീ ഫെച്ച്ഡ് ക്യൂ ഇല്ല. നമുക്ക് പ്രോഗ്രാം കൗണ്ടറാണുള്ളത്. എന്തിനാണ്? പോയിന്റ് ചെയ്യാൻ അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട്. 8086നും 88നും പ്രീ ഫെച്ച് ക്യൂ ഉണ്ട് പൈപ്പ് ലൈനിങ്ങിന് വേണ്ടി. എന്തുകൊണ്ടാണ്? പൈപ്പ് ലൈനിങ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടു പേർക്കും ക്യൂ ഉള്ളത്. കാരണം ഒരു ഇൻസ്ട്രക്ഷൻ ഞാനവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പം പാരലലി അടുത്ത ഇൻസ്ട്രക്ഷനും ഞാനവിടെ എക്സിക്യൂട്ട് ചെയ്യണം. 8085ന് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുണ്ട്. ഒരു പിന്നാണ് ഈ IO/M എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പിന്നുണ്ട്. ഇവിടെ 8086നകത്ത് MIO ബാർ എന്ന് പറഞ്ഞാണ് നമുക്ക് ആ പിന്ന് കൊടുത്തേക്കുന്നത്. ഇവിടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്ന് ഓർ മെമ്മറി പിന്നാണ് നമുക്ക് ഉള്ളത്. സോ ചില കാര്യങ്ങളിൽ 8085, 8088 സിമിലർ ആണ്. ചിലയിടത്ത് 8086, 8088 സിമിലർ ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. നമുക്കിത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്.